ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടു ഈ ഒരു തരത്തിലുള്ള ബട്ടർഫ്ലൈ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു അല്ലേ. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ ഒരു കുറച്ച് വാലുള്ള ടൈപ്പ് പോലത്തെ ബട്ടർഫ്ലൈ കൊണ്ടാണ് അത് രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതായത് ഇങ്ങനെ ഇതുകൂടി ചേരുമ്പോഴാണ് ഒരു സെറ്റ് ആവുന്നത്. ഒരു സെറ്റ് ബട്ടർഫ്ലൈ ഇതാണ്, അടുത്തത് ഇതാണ് ഒരു സെറ്റ് ബട്ടർഫ്ലൈ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു 2 പീസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് റെഡും ഇതേപോലെ നമ്മുടെ ഈ ഒരു ബീഡ്സ് വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ആണ്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വിലപ്പെട്ട എന്താ പറയുക നമുക്ക് അതുണ്ടെങ്കിലാണ് നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ മുന്നോട്ട് ഇടാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു ലൈക്ക് മാത്രമാണ് ചോദിക്കുന്നത്, ഒരു ലൈക്കെങ്കിലും ചെയ്യുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കിത് ഇഷ്ടമായി എന്നിട്ട് പറഞ്ഞിട്ടോ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞു ഈ ഒരു 2 ബട്ടർഫ്ലൈ, ഇങ്ങനെ ഒരു 2 സെറ്റ് ബട്ടർഫ്ലൈ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് തൽക്കാലം ഇതിന് ഇവിടേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷം ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കോപ്പർ വയറാണ്. ഈ കോപ്പർ വയർ വരുന്നത് 0.3 mm കോപ്പർ വയറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഗോൾഡൻ കളറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, സിൽവർ അല്ല ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്, ഗോൾഡൻ ആണ്. അപ്പം നമുക്ക് ഇതിന് അത്യാവശ്യം നമുക്ക് കുറച്ച് ലെങ്ത്ത് വേണം. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ഞാനൊരു ടിയാര ആയിട്ട് തന്നെയാണ്, ബട്ടർഫ്ലൈ ടിയാര ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ ഞാനിതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമുണ്ട്, നമുക്കത്ര ലെങ്ത്ത് വേണം, എന്നാലാണ് അത് കാണാനായിട്ട് കൂടുതൽ ഭംഗി ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മളുടെ ഈ ഒരു ബീഡാണ് കേട്ടോ, നമ്മൾ ക്രിസ്റ്റലാണ് എടുത്തിട്ടുള്ളത്. റെഡ് കളറിലുള്ള നമ്മുടെ ക്രിസ്റ്റൽ കാണുന്നുണ്ടോ? കറക്റ്റ് ക്ലിയർ ഈ ഒരു ക്രിസ്റ്റലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ടിട്ട് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ പിരിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം നമുക്ക് ലെങ്ത്ത് വേണം, അപ്പോഴാണ് ഇത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ലെങ്ത്തിലൊന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് കൂട്ടാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ആവാമെന്ന്. അപ്പം ഞാൻ ഒന്നുകൂടിയും ഇതിനെ ഇങ്ങനെ പിരിച്ചെടുത്തു. അതിന് ശേഷം നമുക്ക് ഇത് ഫുള്ള് റെഡാണ്, ഇപ്പോൾ റെഡ് കൊണ്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ റെഡ് പേള് ഈ ഒരു റെഡ് പേളും ഞാൻ വെച്ച് കൊടുത്തു. അതിനെയും ഇതുപോലെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഇതിനെയും പിരിച്ചെടുക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഇതിനെയും പിരിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു സൈഡിലായിട്ടായിട്ട് ഇത് തന്നെ റെഡ് കളറിലുള്ള ആ ഒരു ബീഡ്, അതും അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ നമുക്ക് പിരിച്ചെടുക്കാം. ഇതുപോലെ പിരിച്ചെടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാതും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ഒരു ക്രിസ്റ്റൽ തന്നെ വെച്ചു കൊടുക്കാം. ഈ ക്രിസ്റ്റൽ ഇത് റെഡായി. ഞാനിവിടെ ഒരു റെയിൻബോ ഷെയ്ഡുള്ള ഒരു ക്രിസ്റ്റലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തു. അതിനെയും ഇതേപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്തു.
അതിനുശേഷം വീണ്ടും നമ്മളിതിനെ ഒന്ന് നല്ലതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ വൈറ്റ് കളറിലുള്ള നമ്മുടെ ക്രിസ്റ്റൽ തന്നെയാണ് കേട്ടോ, ക്രിസ്റ്റൽ ബീഡ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. വൈറ്റ് കളറിൽ, സോറി ഇതാ കണ്ടില്ലേ, വൈറ്റ് ഷെയ്ഡിലുള്ള നല്ല കറക്റ്റ് വൈറ്റ്, പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ഷെയ്ഡുള്ള ഈ ഒരു ക്രിസ്റ്റലാണ് ചെയ്തു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലും ആ ഒരു ക്രിസ്റ്റൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ലെങ്ത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടാട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണേ, ഇങ്ങനെ വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് കൂടി നമുക്ക് ഇവിടേക്ക് വരുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കാം. വൈറ്റ് തന്നെയാണ് വീണ്ടും ഞാൻ കൊടുത്തിട്ടുള്ളത്, വൈറ്റ് ക്രിസ്റ്റൽ. എന്നിട്ട് ഇതാ ഇതുപോലെ ഇതിനെയും പിരിച്ചെടുത്തു. കണ്ടില്ലേ? അപ്പം നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഈ ഒരു സംഭവത്തിൽ തന്നെ ഈ ഒരു ബട്ടർഫ്ലൈനെ ഇവിടെ വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇതിനെ ഇവിടെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് മുകളിലുള്ള ഇത് തന്നെയാണ് മുകൾ വശത്തായിട്ട് വരുന്നത്. ആ മുകൾ വശത്ത് വരുന്ന അതിനെ ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റി കൊടുക്കുക. ഇതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ ഇവിടെ ഈ ഒരു ചെറുതുകൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി ഇതിലോട്ട് ഇതിനെ ബീഡ്സിനെ കയറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചറിയോ, അത് നമുക്ക് ഈ ഒരു നമ്മൾ ഗോൾഡൻ കളറാണ് ഇപ്പോൾ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ആ ഒരു ബട്ടർഫ്ലൈൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു 3 ഇതുപോലെ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്, ഗോൾഡൻ കളറിലുള്ള ബീഡ്സ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈനെ ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് വെച്ച് കൊടുത്തു. സെൻറ്റർ ഭാഗത്താക്കിയിട്ട് വീണ്ടും ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താക്കിയിട്ട് ഇവിടെ അതിനെയും വെച്ച് കൊടുത്തു. അതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ബട്ടർഫ്ലൈ അവിടെ സെറ്റാവുള്ളൂ. കണ്ടില്ലേ? ഇതുപോലെ സെറ്റായി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെറ്റായിട്ട് അവിടെ ഇരുന്നു. കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ പിരിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ക്രിസ്റ്റൽ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഇനി ഭംഗി കൂട്ടാം എന്ന് നോക്കുക. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഈ ഒരു ബീഡ്സ് കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ആ ഒരു ക്രിസ്റ്റൽ തന്നെ കോർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനെയും ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്തു. വീണ്ടും ട്വിസ്റ്റ് ചെയ്യാം. കൂടുതൽ ട്വിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അവിടെ ചെറുതായിട്ട്, അതായത്
അവിടെ തന്നെ ഇരിക്കുന്ന ഒരു രീതിയിൽ ഇതിനിങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാ ഒരെണ്ണത്തിലിട്ടിട്ട് ഇതാ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി കുറച്ചൊരു നീളത്തിലൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു 2 നമ്മുടെ ഗോൾഡൻ ബീഡ് 2 ഗോൾഡൻ ബീഡ് നമുക്ക് ഇതിലോട്ടൊന്ന് കോർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് നമ്മുടെ ബട്ടർഫ്ലൈ വരേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ഇങ്ങനെ ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ബട്ടർഫ്ലൈ വരേണ്ടത്. അപ്പോൾ നമുക്ക് ലെങ്ത് ഒന്നുകൂടി ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതാ എനിക്ക് ഇത്ര ലെങ്ത്ത് വേണ്ടാന്ന് തോന്നി. ഇതാ നമ്മൾ ഇതുപോലെ ഇവിടെ വെച്ച് കൊടുത്തു. അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് കേട്ടോ, ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതാണ്ട് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ടാണ് ഇതിന് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ കൂടി നമ്മളിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം ഇതിനെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടില്ലേ നമ്മുടെ ബട്ടർഫ്ലൈ. ഇനി നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്താ ഇങ്ങനെയാണ് ബട്ടർഫ്ലൈ. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു വൈറ്റ് ഇതുപോലെ വൈറ്റ് കളറിലുള്ള ബീഡ്സ് നമുക്ക് എങ്ങനെയൊക്കെയാണോ തോന്നുന്നത് അതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് ചില്ല പോലെ വരണമെന്നേ ഉള്ളൂ. എന്താ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ആ ഒരു മറ്റേത് 2 കൂടിയിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. അതിനുശേഷം റെഡ്, ഇനി ഞാൻ കൂടുതൽ വൈറ്റ് അവിടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഞാൻ റെഡാണ് വെച്ച് കൊടുക്കുന്നത്. റെഡ് വെച്ച് കൊടുത്തു. റെഡ് കൊണ്ട് ട്വിസ്റ്റ് ചെയ്തു. വീണ്ടും ഒരു റെഡ് കൂടി വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എത്രത്തോളം റെഡുകളും അതേപോലെ മറ്റേ ചെറിയ ബീഡ്സൊക്കെ എത്രത്തോളം ആഡ് ചെയ്ത് കൊടുക്കാം അത്രത്തോളം നമുക്കിതിൽ ഭംഗി കൂട്ടാനായിട്ട് പറ്റും. അപ്പം നമുക്ക് എത്രത്തോളം ചെയ്യാം അത്രത്തോളം ബീഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇനി ഞാൻ മറ്റേ നമ്മുടെ ചെറിയ ബീഡ്സ് ഉണ്ടല്ലോ, ആ ബീഡ്സ് റെഡ് കളറിലുള്ള ആ ഒരു ബീഡ്സും ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഒരു തവണ കൂടി ഒരു റെഡ് അത്യാവശ്യം ചെറിയൊരു രീതിയിൽ ഇതിൻ്റെയൊക്കെ സെൻറ്റർ ഭാഗത്ത് നിൽക്കാൻ പറ്റുന്ന പോലെ ഈ ഒരു രീതിയിൽ അതിനെ ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ഒരു കമ്പീനെ കാണാത്ത രീതിയിലൊക്കെ ഇതിനെ ഒന്ന് ചുറ്റി ഇതിനെ
ഓപ്പോസിറ്റായിട്ട് കൊണ്ടുവരിക കേട്ടോ. മനസ്സിലായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കമ്പികൾ എങ്ങനെയെങ്കിലും നമ്മൾ കാണാത്ത രീതിയിൽ അടിയിലോട്ടാക്കിയിട്ട് കൊണ്ടുവരിക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടും കൊടുക്കുക, ഇതിനിങ്ങനെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമ്മൾ കൊടുക്കുക. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം എന്നല്ല, വരും, ഉറപ്പാണ്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും വരും അല്ലേ. ഇതാ ഇതുപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു 2 എണ്ണം ഇതേപോലെ ഒരു ക്രിസ്റ്റൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മറ്റേ പൂമ്പാറ്റയിൽ. ഇതാണ്ട് ഇവിടെ. അപ്പം അതിനെ ഞാൻ ഇങ്ങോട്ടൊന്നുകൂടി ആക്കി ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പുറത്തെ കമ്പിയിലും ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വൈറ്റ് കൂടി നമുക്ക് ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന ഒരു രീതിയിൽ ഇത് ഞാനിപ്പോൾ ഒരു കറക്റ്റ് ഒരു അളവിലോ അല്ലെങ്കിൽ ഇത്ര മുത്ത് ഇവിടെ വേണോ അങ്ങനെ പറഞ്ഞിട്ടൊന്നും അല്ലാട്ടോ ചെയ്യുന്നത്. അതായത് നമ്മളിത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്രത്തോളം ഭംഗി നമുക്കിതിന് കിട്ടും എന്ന് നമ്മൾ നോക്കുക. അതിനനുസരിച്ച് നമ്മൾ ഇതിന് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ബാക്കി വരുന്ന ഭാഗം, അപ്പോൾ നമ്മൾ ബാക്കി അടിയിൽ വരുന്ന ആ ഒരു ഭാഗം നല്ലതുപോലെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിങ്ങനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു കമ്പി ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പുറത്തേക്ക് കിടക്കില്ല. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ. അപ്പോൾ അതവിടെ നിന്നു. ഇനി നമുക്ക് ഇതിന് ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ വെക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ മുടി സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഇത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഇതെങ്ങനെ വെക്കുന്നതെന്നും ഇതിന് വെച്ചിട്ടുള്ള ഫോട്ടോസും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. കണ്ടില്ലേ, വ്യത്യസ്തമായ ഒരു ടിയറ റെഡി ആയിട്ടില്ലേ ബട്ടർഫ്ലൈയുടെ. അടിപൊളിയായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.